ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചിലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചിലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. നമസ്കാരം. പണി പാളിയല്ലോ സൂസി, ഇനി എന്തു ചെയ്യും? പറഞ്ഞു വരുന്നത് മിനിയെയും ബിന്ദുവിനെയും സൂസി സമരത്തെയും പറ്റിയാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. റിയൽ ആശമാർ ഇത് കണ്ട് കൈയടിച്ചു. എന്നാൽ സൂസിമാരും സംഘവും മൂക്കത്ത് കൈവച്ചു. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസന സമരത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോഴും എന്താണ് SUCA മിനി പറയുന്നത്? ഞങ്ങൾ ഇത് അവസാനിപ്പിക്കില്ല ഈ സമരം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നേരത്തെ മുതൽ ഇവിടുത്തെ ആശമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ താഴിറക്കാൻ വേണ്ടിയാണ്. VD സതീശനും പ്രതിപക്ഷത്തിനും BJPക്കും വേണ്ടിയാണ് മിനിയും ബിന്ദുവും അവിടെ ഈ സമരം നടത്തുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 26,125 ആശമാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതിൽ ഒരു 95% ആശമാർ പോലും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്ങോട്ടേക്ക് പോകാത്തതിന്റെ കാരണം ഇതൊരു പ്രഹസന രാഷ്ട്രീയ നാടകമാണെന്ന് നന്നായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ എത്രയോ ആശമാരുടെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം കൊടുത്തിരിക്കുന്നു. അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞ് നിങ്ങൾ എന്താണ് കേട്ടത്? അതായത് സൂസിമാർ നടത്തുന്ന സമരം ഞങ്ങൾക്ക് അറപ്പാണ്, ഞങ്ങൾക്ക് അത് വലിയ രീതിയിൽ തന്നെ ദ്രോഹമാണ്. ഈ സർക്കാർ ഞങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഉത്സവപത്ത് തരുന്നുണ്ട്, പ്രസവ അവധി തരുന്നുണ്ട്, ഞങ്ങളിൽ പല ആളുകളും 13,000-ന് മുകളിൽ രൂപ മേടിക്കുന്നവരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ച ആളുകളല്ല SUCA എന്നാണ് പറഞ്ഞത്. UDF ഭരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓണറേറിയം നൽകാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങൾ ഈ സംഘടനയെ കണ്ടിട്ടില്ല, ഞങ്ങൾ അന്ന് കണ്ടത് CITU-വിനെ ആയിരുന്നു എന്ന് പറഞ്ഞു. മാത്രവുമല്ല VD സതീശനും സംഘവും ഒക്കെ കൊടപിടിച്ച് ഈ സമരത്തിനൊപ്പം നടക്കുമ്പോൾ എന്താണ് INTUC ഒക്കെ പറയുന്നത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രതിബദ്ധത ആശമാരോടുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഇവരുടെ പുട്ടടി നിന്നിരിക്കുകയാണ്. അതായത് നിലവിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു സംഭാവനയൊക്കെ പിരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അവിടെ വരുന്ന ആളുകളൊക്കെ പൈസ ഇട്ട് കൊടുക്കും. ആ പൈസ കൊണ്ട് ഇവർക്ക് ഗുണമാണ്. ഇത്രയും ദിവസമായി 264 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ നാടകം തുടങ്ങിയിട്ട് ഇത്രയും ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂസിമാരും കുറച്ച് UDF-ന്റെയും BJP-യുടെ അനുഭാവികളൊക്കെ അവിടെ വന്നിരുന്നിട്ട് പോകും. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഇത്രയും ദിവസം എങ്ങനെയാണ് കഴിഞ്ഞുകൂടാനുള്ള ഈ സംഖ്യ കിട്ടിയത് എന്ന് നമുക്കൊക്കെ അറിയണ്ടേ? അപ്പോ ഇത് മുടങ്ങുമെന്ന് കണ്ടപ്പോൾ, ഇനി പണിയെടുത്ത് ജീവിക്കണമെന്ന് കണ്ടപ്പോഴാണോ എന്നറിയില്ല, ഇപ്പൊ ദാ പറയുകയാണ്, ഇല്ല ഞങ്ങൾ ഇവിടുന്ന് പോകൂല, പിന്നെ ഈ 1000 രൂപ വർദ്ധിപ്പിച്ചത് ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഈ ഇത് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ സമരം ചെയ്തിട്ടൊന്നുമല്ല, സർക്കാർ തന്നെ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നേരത്തെ ജനങ്ങളോട് നൽകിയിട്ടുള്ള പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നടപ്പിലാക്കുന്ന, അത് പ്രാബല്യത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അല്ലാതെ ആരും സമരം ചെയ്തിട്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായി അറിയാം. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മേടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് സൂസിമാരൊക്കെ. ഇപ്പൊ ഒരു പുതിയ തന്ത്രം എന്താണെന്ന് അറിയാമോ? 1000 രൂപ തുച്ഛമായിട്ടുള്ള ഓണറേറിയ, അതുകൊണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ തന്നെ കിടക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ അവിടെ തന്നെ കിടക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തുമ്പോഴും നിങ്ങൾ അവിടെ തന്നെ കാണും. കാരണം നിയമസഭാ ഇലക്ഷനാണ് നിങ്ങളുടെ ടാർഗറ്റ്. നിയമസഭാ ഇലക്ഷന് ഈ സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ മെനഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള വെറും ആയുധങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇലക്ഷൻ എത്തുമ്പോൾ മാത്രമാണല്ലോ തലപൊക്കി വരാറുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവരുടെ പേര് നമ്മൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഉടനെ തന്നെ മിനിയും നമ്മുടെ ബിന്ദുവും ഒക്കെ തലപൊക്കി ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് സമരം നടത്തുന്നു. അവിടെ കിടന്ന് കുറെ നാടകമൊക്കെ അഴിച്ചുവിടുന്നു. പിന്നീട് ലൈവിൽ വരുന്നു, മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, മനോരമ കിടന്ന് അഴിഞ്ഞാടുന്നു. ഇതൊക്കെ ഇവർ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിച്ചു കൂട്ടുന്ന വെറും കാട്ടിക്കൂട്ടലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിയൽ ആശമാരുടെ പിന്തുണ ലഭിക്കാത്തത്? നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് ആശമാർക്കെതിരെയാണ് എന്നവർക്കറിയാം. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ? ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ നിലവിൽ അവിടെ സുരേഷ് ഗോപി വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചവരല്ലേ നിങ്ങൾ? എന്തിന് അവിടെ VV രാജേഷ് അടക്കമുള്ള, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ കസേരയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ സമരത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കുന്നതൊക്കെ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് അവരുടെയൊക്കെ സ്പോൺസേഡ് ഒരു സമരമാണ് എന്നുള്ളതാണ്. അതായത് വർദ്ധിപ്പിക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് JP ഇന്നത്തെ കുറെ നാളായി. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ എപ്പോഴെങ്കിലും പ്രഖ്യാപിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല.
എന്നാൽ ഈ സർക്കാർ അങ്ങനെയല്ല കേട്ടോ. ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ വീണ ജോർജുമായിട്ടൊരു ഒരു ചർച്ച നടത്തിയില്ലേ, അന്യനയിപ്പിക്കുന്ന നമുക്ക് ഇതൊക്കെ വർദ്ധിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിയില്ലേ, എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ അന്ന് നമുക്കൊന്ന് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞോ? ഇല്ല. സാധാരണ അവിടെ സ്ട്രൈക്ക് നടത്തുന്ന ആളുകൾ ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കും അല്ലെ? ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. ഏത് ചർച്ച നടന്നാലും പുറത്തിറങ്ങി വന്നിട്ട് ഈ സൂസിമാർ പറയും പരാജയം, ഞങ്ങൾ ഈ ഉറപ്പുകൾക്കൊന്നും നിൽക്കില്ല, ഇതൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിങ്ങൾ ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ അന്നേ നമുക്ക് മനസ്സിലായതാണ് നിങ്ങളുടെ ഉദ്ദേശമൊക്കെ വേറെയാണെന്ന്. ഒരു ചട്ടിമറി ഇറങ്ങിയത് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതുപോലെ ചില ചട്ടിമറിയന്മാരാണ് ഇവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ മറിയക്കുട്ടിച്ചേർത്തി കളത്തിലിറങ്ങിയത്. എന്നിട്ട് എത്ര ലക്ഷം ആളുകളാണ് ഇവിടെ പെൻഷൻ മേടിക്കുന്നത്? 64 ലക്ഷം ആളുകൾ പെൻഷൻ മേടിക്കുന്നില്ലേ? പോട്ടെ, ഒരു 1000 പേരെങ്കിലും മറിയക്കുട്ടിച്ചേർത്തിക്കൊപ്പം പ്രതിഷേധിച്ചിറങ്ങിയോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം പെൻഷൻ ഇത്തിരി വൈകിട്ടുണ്ടെങ്കിലും ആ വൈകിയ പെൻഷൻ തുക കൂടി കൂട്ടി ചേർത്ത് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന്. ഒന്നിനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ഒന്നിനും ഒരു മുട്ടും ആർക്കും വരുത്തില്ല ഈ സർക്കാർ എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നാളെ ആലോചിച്ച് നോക്കണം. നവംബർ 1 2025 നവംബർ 1 പ്രാബല്യത്തിൽ വരികയാണ്. അല്ലാതെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അടിക്കുന്ന വെറും വെക്കടാ വെടിയല്ല പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സർക്കാർ ഭരിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ആശമാർക്ക് ഓണറേറിയം കിട്ടുമെന്ന് യഥാർത്ഥ ആശമാർക്ക് അറിയാമെന്നേ. അതുകൊണ്ടാണ് ഇവർ ആ സമരപ്പന്തലിൽ പോയിട്ട് ഈ ആശമാർ പോയി ഇരിക്കാത്തത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആശമാർക്ക് ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിക്കും, ഇപ്പൊ പൈസ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. എത്രയോ മാസമാണ് വലിയ കുടിശ്ശികകൾ വരുത്തിയത്. അന്ന് ആ സമയത്തൊക്കെ CITU ആണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. എക്കാലത്തും ആശമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഓണറേറിയം വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത് LDF ഭരിക്കുന്ന സമയത്ത് മാത്രമാണ്. അതവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് UDF അധികാരത്തിൽ വരിക എന്ന് കേട്ടാൽ തന്നെ അവർക്ക് ഭയമാണ്, പേടിയാണ്. അവർക്ക് മുമ്പിലാണ് ആശമാരുടെ പേരും പറഞ്ഞ് സൂസിമാർ സമരം നടത്തിക്കൊണ്ട് കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. നിങ്ങളുടെ നാട്ടിലില്ലേ ആശമാർ? നിങ്ങൾ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കൂ. ഈ സമരത്തിന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടോ? ഈ സമരത്തിന് നിങ്ങൾ എന്താണ് പോകാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആശമാർ നടക്കുന്നില്ലേ? ഇവർ പറയുന്നത് വെച്ചാണെങ്കിൽ ഒരു ആശമാരും എങ്ങും പണിയെടുക്കുന്നില്ല എന്ന് തോന്നിപ്പോകുമല്ലോ. എല്ലായിടങ്ങളിലും ആശമാർ, അതായത് മാന്യമായി തന്നെ അവർ ജോലി എടുക്കുന്നുണ്ട്, അവർക്ക് മാന്യമായിട്ടുള്ള അവർക്ക് ഓണറേറിയം ലഭിക്കുന്നുണ്ട്, അവർ മാന്യമായി തന്നെ ജീവിക്കുന്നുണ്ട്. ഇവരിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇവർ നമ്മുടെ കേരളത്തിനെ മൊത്തത്തിൽ മോശമാക്കാനും നാഷണൽ ലെവലിൽ വാർത്തയാക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പൊ അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് ഇനിയും സംഘവും പറയുന്നത്? ഇല്ല, ഇവിടെ പലരും ദാരിദ്ര്യ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ദരിദ്രരാണ്, അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോ BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ വേണ്ടി പല രീതിയിലുള്ള വിടുവായിത്തരം ഇവ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നാഷണൽ ന്യൂസ് ആവുകയാണ്. നാഷണൽ ന്യൂസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കേരളത്തിന്റെ ഇപ്പോഴുള്ള ഈ ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഇടിയുന്ന കാഴ്ചയുണ്ടാകും, സാഹചര്യം ഉണ്ടാകും. അതിലേക്കൊക്കെ കൊണ്ടുപോയി നയിക്കാനാണ് ഈ സൂസിമാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ഈ ആശമാരുടെ പേരും പറഞ്ഞുകൊണ്ട് UDFനും BJPക്കും വേണ്ടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള അരങ്ങൊരുക്കുകയാണ്. ആ അരങ്ങ് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂസിമാർക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പറയുന്നത് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് സൂസിയോടും മിനിയോടും പറയാതെ പറയുന്നുണ്ട് ഈ സർക്കാർ. ഇനിയിപ്പോ എന്ത് പറഞ്ഞ് മുന്നോട്ട് പോകും ഈ സൂസിമാർ എന്ന് പലരും ഉറ്റുനോക്കിയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം കണ്ടത്. ഇനി ഈ സൂസിമാരെ സംബന്ധിച്ചിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇവരവിടെ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞിടയ്ക്ക് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയല്ലോ. ആ മാർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് കണ്ടത്? തുടക്കം മന്ദഗതി, പിന്നീട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു, പിന്നീട് അറസ്റ്റ് നാടകം, പിറ്റേ ദിവസം ഞങ്ങളുടെ പേരിൽ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാവരും നടത്തും, ആശമാർ നടത്തും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും നടത്തിയോ? ഇല്ല. പ്രതിപക്ഷത്തെ പോലെ തന്നെ ഒരു നനഞ്ഞ ഓലപ്പടക്കമായി സൂസിയും സംഘവും മാറുകയാണ്. ഇനി പറ്റുമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കയ്യിൽ നിന്ന് 3-4 സീറ്റ് മേടിച്ചെടുക്കാൻ നോക്ക് സൂസിമാരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.